Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ വൈഫൈ ഉള്ള കമ്പ്യൂട്ടറിൽ വൈഫൈ ഓപ്ഷൻ ഡിസപ്പിയർ ആകുക എന്നത് നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ വൈഫൈയുടെ ഓപ്ഷൻ കാണും, താഴെ ഒരു സിമ്പിൾ കാണാറുണ്ട് വൈഫൈയുടെ. ആ സിമ്പിൾ കാണുന്നിടത്ത് ആ ഒരു സിമ്പിൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ താഴെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ ആകെ എയറോപ്ലെയിൻ മോഡ് മാത്രം കാണുക. നമ്മൾ സാധാരണ കാണുന്ന വൈഫൈ അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഡിസപ്പിയർ ആവുക. അതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് നെറ്റ്വർക്ക് ആൻഡ് കണക്ഷനിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിൻഡോ ക്ലോസ് ആയി പോവുക. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വരാറുണ്ട്. പൊതുവെ വിൻഡോസ് 10 ഈ ഒരു ഇഷ്യൂ കണ്ടുവരാറ്. 2 മാസത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ഞാൻ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തു. ആദ്യത്തെ 2 പ്രാവശ്യം സിമ്പിൾ ആയിരുന്നു. ഞാൻ ആ വൈഫൈ ഡ്രൈവർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് PC റീസ്റ്റോർ ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം മാറി. പക്ഷേ അവസാനത്തെ വട്ടം, അതായത് 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു വൈഫൈ ഓപ്ഷൻ ഡിസപ്പിയർ ആയി. ഞാൻ എന്നെ കൊണ്ടാവുന്ന മാക്സിമം ട്രൈ ചെയ്തു. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് നോക്കി. ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്തൊരു മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ ഒരു പ്രശ്നം സോൾവ് ആയത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് വൈഫൈ ഉള്ള ഏതൊരു സിസ്റ്റത്തിലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മെയിനായിട്ട് 2 കാരണത്താലാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. ഒന്ന് ഹാർഡ്വെയർ റിലേറ്റഡും 2 സോഫ്റ്റ്വെയർ റിലേറ്റഡ് പ്രോബ്ലംസും. ഹാർഡ്വെയർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈഫൈ അഡാപ്റ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് വൈഫൈ കിട്ടാതെ വരും. ഹാർഡ്വെയറിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ താഴെ സെർച്ച് ബാറിൽ പോയിട്ട് CMD എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് കാണാൻ സാധിക്കും, അത് ഓപ്പൺ ചെയ്യുക. ഇനി ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തായിട്ട് PING സ്പേസ് 127.1.1.1 ശേഷം എൻ്റർ അടിക്കുക. ഇത്തരത്തിൽ റിസൾട്ട് വരികയാണെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ സോഫ്റ്റ്വെയറിനാണ് പ്രശ്നം. ഈ ഹാർഡ്വെയർ റിലേറ്റഡ് പ്രോബ്ലംസ് കണ്ടുവരുന്നത് വളരെ ചുരുക്കമാണ്. നോർമലായിട്ട് സോഫ്റ്റ്വെയർ നമ്മുടെ വിൻഡോസ് 10 എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലാണ് ഇത്തരത്തിൽ വൈഫൈ ഡിസപ്പിയർ ആവുന്നത്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്തരത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വൈഫൈ ഓപ്ഷൻ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ഇനി ചെയ്യേണ്ടത് ഈ സെർച്ച് ബാറിൽ വന്നിട്ട് കൺട്രോൾ പാനൽ സെർച്ച് ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്, അതിലേക്ക് പോവുക. ഇനി ഇവിടെ മുകളിലായിട്ട് അഡ്വാൻസ്ഡ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസ്റ്റോർഡ് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, കാര്യം എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഓൾറെഡി സോൾവ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഇത് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഒരുപക്ഷെ ശരിയാവണമെന്നില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ Windows +R ക്ലിക്ക് ചെയ്യുക, അതായത് റൺ കമാൻഡ് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെയായിട്ട് services.msc services.msc ഞാൻ ഈ പറയുന്ന ഓരോ കീവേഡുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഓക്കെ കൊടുക്കാം. സർവീസസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ സർവീസസും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പോയിരിക്കുന്നത്, A to Z എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ Wയിലേക്ക് വരിക. Wയിലേക്ക് വരുമ്പോൾ WLAN ഓട്ടോ കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് റണ്ണിങ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. റണ്ണിങ് അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പ്രോപ്പർട്ടീസിൽ പോവുക. അതിനുശേഷം ഈ സ്റ്റാർട്ടപ്പ് ടൈപ്പിൻ്റെ അവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുക. ഇനി ഇൻ കേസ് ഇത് റണ്ണിങ് അല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ വിസിബിൾ ആയേനെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഒരുപക്ഷെ ഇത് റണ്ണിങ് അല്ലായിരുന്നു എങ്കിൽ ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ സോൾവ് ആവും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെയായിട്ട് നമുക്ക് വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ആൻഡ് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ നെറ്റ്വർക്ക് പരമായിട്ട് എന്തൊക്കെ കണക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ബ്ലൂടൂത്ത് കാണാം, അത് കഴിഞ്ഞ് എതർനെറ്റ് ഉണ്ട്, പിന്നീട് വൈഫൈ ഉണ്ട്. ഇവിടെ വൈഫൈയുടെ അടുത്ത് ഡിസേബിൾഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എനേബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈഫൈ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ചില പ്രശ്നങ്ങൾ ഈ 2 സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആവാം. ഇനി ഇതും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3rd സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെർച്ച് ബാറിൽ വന്നിട്ട് ഡിവൈസ് മാനേജർ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡിവൈസുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിന്റെയും പേര് കാണാൻ സാധിക്കും. ഇതിൽ ഈ മൂന്നാമത് കാണുന്ന ഇന്റൽ വയർലെസ് AC ആണ് നമ്മുടെ വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കുക. അതിനുശേഷം ബ്രൗസ് മൈ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ഇവിടെ താഴായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ലെറ്റ് മീ പിക്ക് ഫ്രം എ ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഡ്രൈവേഴ്സ് ഓൺ മൈ കമ്പ്യൂട്ടർ എന്ന്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഡ്രൈവർ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പവർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് അൺചെക്ക് ചെയ്യുക. ഇതൊരു പക്ഷേ ഇങ്ങനെ ചെക്ക്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതങ്ങ് അൺചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് എനേബിൾഡ് ആണോ അതോ ഡിസേബിൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസേബിൾഡ് ഡിവൈസ് എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ എനേബിൾ ആണ്. ഇനിയല്ല ഇവിടെ എനേബിൾഡ് ഡിവൈസ് എന്നാണ് ഒരു ഓപ്ഷൻ കിടക്കുന്നതെങ്കിൽ അതിനർത്ഥം ഡിസേബിൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇനി ഇതും ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂന്നാമതായിട്ട് അൺഇൻസ്റ്റാൾ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം തന്നെ ആ ഒരു ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. സോ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രശ്നം ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ സോൾവ് ആവാം. ഇനി ഇതും ചെയ്തിട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റ്വർക്ക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് നൗ കൊടുക്കുക. ശേഷം യെസ് പ്രസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം തന്നെ നമ്മുടെ നെറ്റ്വർക്ക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്ത് തരും. ആ റീസെറ്റ് കഴിഞ്ഞ് സിസ്റ്റം ഓൺ ആയി വരുമ്പോഴും നിങ്ങൾക്ക് നെറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് പരീക്ഷിച്ച് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴെ സെർച്ച് ബാറിൽ വന്നിട്ട് CMD എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് കാണാൻ സാധിക്കും, അത് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് നെറ്റ്വർക്ക് സോക്കറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ NETSH സ്പേസ് WINSOCK സ്പേസ് RESET ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ കൊടുത്ത ശേഷം NETSH സ്പേസ് INT സ്പേസ് IP സ്പേസ് RESET സ്പേസ് RESETLOG.txt എൻ്റർ കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് സോക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റീസെറ്റ് ആവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി ഈ ഒരു സ്റ്റെപ്പും ചെയ്ത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവർ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയ ശേഷം നിങ്ങൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മോഡൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുക. ഇനി അല്ല വൈഫൈ ഉള്ള മദർ ബോർഡ് ആണെങ്കിൽ അതിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യുക. ഇനി അല്ല ഏതെങ്കിലും വൈഫൈ ഡോങ്കിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേര് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അതിനകത്തിൽ മദർ ബോർഡിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന വൈഫൈ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മദർ ബോർഡിൻ്റെ പേര് വെച്ച് എൻ്റെത് MSI B450 ഗെയിമിംഗ് പ്രോ കാർബൺ AC ആണ്. അപ്പോൾ ആ ഒരു പേരടിച്ചു. അതിനുശേഷം വൈഫൈ ഡ്രൈവേഴ്സ് ഒന്ന് സെർച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് TP-Linkൻ്റെ ഒരു വൈഫൈ ഡോങ്കിൾ ആണ് എങ്കിൽ TP-Link മോഡൽ നമ്പർ അടിക്കുക. ശേഷം വൈഫൈ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ എൻ്റെ മദർ ബോർഡിൻ്റെ ഡ്രൈവേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട ഡ്രൈവർ ഏതാണോ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഡ്രൈവേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ Windows 10 64 കൊടുത്തു. ഇനി നമുക്കിവിടെ 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഈ നാലാമത് കാണുന്ന ലാൻഡ് ഡ്രൈവേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബ്ലൂടൂത്ത്, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ വൈഫൈ 3 ഡ്രൈവേഴ്സും കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് വൈഫൈ ഡ്രൈവർ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഡ്രൈവറിനായിരുന്നു ഇഷ്യൂ എങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡ്രൈവറിൻ്റെ ഇഷ്യൂ സോൾവ് ആവുന്നതായിരിക്കും. ഇനി ഡ്രൈവർ റീഇൻസ്റ്റാൾ ചെയ്തിട്ടും നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ വിൻഡോസും അതുപോലെ തന്നെ 6 പ്രസ് ചെയ്യുക. അപ്പോൾ റൺ കമാൻഡ് വരും. ഇനി ചെയ്യേണ്ടത് msconfig എന്ന് സെർച്ച് ചെയ്യുക. MSCONFIG ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിവിടെ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എനേബിൾ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ താഴെ കാണുന്ന റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 99% പ്രശ്നങ്ങളും സോൾവ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എനിക്ക് പലവട്ടം ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഓരോന്നൊക്കെ ചെയ്തപ്പോൾ റെഡിയായി. ലാസ്റ്റ് വന്ന പ്രശ്നം ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോഴാണ് റെഡിയായത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഇനിയും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഒന്ന് പറയാം. നമ്മൾ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.